നമുക്ക് കത്തുണ്ട്. കത്ത് വന്നിരിക്കുന്നത് ഡൽഹിയിൽ നിന്നാണ്. സന്തോഷാണ് കത്ത് അയച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അതിൻ്റെ ഉയർച്ചയെക്കുറിച്ച് ഒന്നറിയണം. വിവാഹം കുറച്ചായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും അങ്ങ് ശരിയാകുന്നില്ല. അതിനെക്കുറിച്ചും അറിയണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പുതിയ ബിസിനസ്സും വിവാഹവും. അനിഴം നക്ഷത്രം വൃശ്ചിക രാശി. വളരെ ഉയർന്ന തരത്തിലുള്ള യോഗനിലകൾ ബിസിനസ് പരമായിട്ട് നല്ല രീതിയിൽ ബുദ്ധിയും യുക്തിയും പരിശ്രമവും നടത്തി അനവധി സ്റ്റേറ്റുകളിലോ വിദേശ രാജ്യങ്ങളിലോ വരെ ബിസിനസ് വ്യാപിപ്പിക്കാവുന്ന ഇലക്ട്രോണിക്കൽ, കെമിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട് ഉള്ള ഉൽപ്പന്നങ്ങളോ ബിസിനസ്സുകളോ നടത്തി നല്ല നിലയിൽ പോകാനുള്ള ഒരു യോഗങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. മെയ്ക്കുള്ളിൽ ആയിട്ട് ഈ സംരംഭം വിജയിക്കാം. അതിൻ്റെ എല്ലാ സന്നാഹങ്ങളോടും കൂടി വിജയിക്കാനുള്ള യോഗമുണ്ട്. എന്നാൽ ഏഴിൽ ചൊവ്വ നിൽക്കുന്നത് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അഴകനും ആരോഗ്യത്തിനും ധനത്തിനും കുടുംബമഹിമയ്ക്കും കുലീനത്വത്തിനും യോജിക്കുന്ന രീതിയിലുള്ള ഒരു വിവാഹ ബന്ധം വരാൻ സാധ്യത കുറയുന്നു. അതായത് അഴകിനും ആരോഗ്യത്തിനും ധനത്തിനും കുടുംബ ഐശ്വര്യത്തിനും തറവാടിത്തത്തിനും സ്യൂട്ടബിളായിട്ടുള്ള ഒരു പങ്കാളി വരാൻ, അല്ലെങ്കിൽ പ്രായം, ഇവയെല്ലാം ഒത്തുകെട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ. അഥവാ ഒത്തുകെട്ടിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ചെറിയ ദുഷ്പേരിനാൽ നിശ്ചയിച്ച് വച്ചിട്ട് മാറ്റപ്പെടുക. അതാണ് കുംഭലഗ്നവും ഏഴ് ചൊവ്വയും. ബിസിനസ്സുകളൊക്കെ ആകുമ്പം എപ്പോഴും സ്റ്റെനോയും ഒക്കെ കൂടെ കാണുമല്ലോ. സ്വാഭാവികപരമായിട്ട് കൂടുതലും ലേഡീസിനെ ആയിരിക്കുമല്ലോ വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ മതി. തനിക്ക് തുല്യമായ പത്രാസിലും പദവിയിലും യോഗ്യതയിലും സാമ്പത്തിക അടിസ്ഥാനത്തിലും മറ്റുമൊക്കെ ഉള്ള ബന്ധങ്ങൾ വരുമ്പോൾ അവർ തൽക്കാലം അതങ്ങ് സ്ലോ ചെയ്യും. അതൊന്നുമല്ലാത്ത ഒരു രീതിയാണ് അവർ മോഹിക്കുന്നത്. ഒക്കെ ശരി തന്നെ, എല്ലാവരും ഇതൊന്നും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ വേണം ബിസിനസ് ചെയ്യാൻ എന്നൊക്കെ പറയുമെങ്കിലും അവനവൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കൈപൊള്ളും. അങ്ങനെ ഒത്തുകിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് കൊണ്ട് വിവാഹം തത്സമയത്ത് നടക്കാതെ നീണ്ടു പോകാനുള്ള സാധ്യതയാണ് ഇതിനകത്ത് കാണുന്നത്. സ്വത്തുക്കൾ, സ്ഥാവര സ്വത്തുക്കൾ, ധനം, ബിസിനസ്, അഴക, ആയുസ്, അതുപോലെ ഭാഗ്യം, ഇതെല്ലാം ശമ്പളക്കാർ എല്ലാം ഉണ്ടാവും. യോജിച്ച പങ്കാളിയോ ഇണയോ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളും ചെറിയ തോതിൽ സ്ത്രീ സഹജമായ എന്തെങ്കിലും തരത്തിലുള്ള അപഖ്യാതിയോ അപവാദങ്ങളോ, അല്ലെങ്കിൽ വിവാഹമേ വേണ്ട എന്നുള്ള രീതിയോ, അല്ലെങ്കിൽ വളരെ പ്രായം ചെന്നതിന് ശേഷമുള്ള വിവാഹമോ, അതുമല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ പരിഷ്കൃത രീതിയിൽ ലീവിങ് ടുഗദർ അല്ലേ, അങ്ങനെയൊക്കെയുള്ള രീതികളിലോ ഏതെങ്കിലും വരാം. ഒരു ചൊവ്വാദോഷമാണ്. പക്ഷേ ഭാര്യ ദുരന്തമോ ഭാര്യ മരണമോ അങ്ങനെയൊന്നുമില്ല. ഏഴ് ചൊവ്വ നിൽക്കുന്നത് താമസം വന്ന വിവാഹമോ, അല്ലെങ്കിൽ അവനവൻ്റെ അഭിമാനത്തിനും പത്രോസിനും ഐശ്വര്യത്തിനും കുലീനത്വത്തിനും കുലത്തിനും അല്പം യോജിക്കാത്തതോ, ജാതി, മത, വർഗ, വർണ്ണ, പ്രായ, വിദ്യാഭ്യാസ, കൾച്ചറിൽ നല്ലൊരു വ്യതിയാനമുള്ളതോ ആയൊരു ബന്ധം വരാം. പ്രത്യേകിച്ച് 40 വയസ്സ് 42 ഈ കാലഘട്ടങ്ങളിലെ കല്യാണം നടക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് മുമ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്വയംവര പൂജകളോ സ്വയംവര പുഷ്പാർച്ചനകളോ, അതുപോലെ തന്നെ ചെമ്പവിഴ രത്നധാരണങ്ങൾ, ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കഴിവതും ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് ദേവിക്ക് പുഷ്പാർച്ചനകൾ, ഇങ്ങനെയുള്ള പ്രതിവിധികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുക. ചിലപ്പോൾ ഒരു 2 വർഷം 3 വർഷം മുമ്പൊക്കെ വിവാഹം നടക്കാം. എങ്കിലും എപ്പോഴും ഒരു സൗന്ദര്യപ്പിണക്കങ്ങളോ അല്ലെങ്കിൽ ഒരു പോരായികകൾ പോലെ പിന്നീട് തോന്നുകയോ, എനിക്ക് പറ്റിയ ബന്ധമല്ല, ഒക്കെ കുറേ കൂടെ നല്ല ആകാമായിരുന്നു എന്നൊക്കെ ഒരു തോന്നലുകളുണ്ടാവും. ചില വിട്ടുവീഴ്ചകൾ
ലൂടെ മാത്രമേ ഏജ് ചൊവ്വയുള്ളവർക്ക് തത്സമയം വിവാഹം നടക്കത്തുള്ളൂ. അതുകൊണ്ട് വിട്ടുവീഴ്ചകൾക്ക് വിധേയമാകുക. വിട്ടുവീഴ്ചകൾ വിദ്യാഭ്യാസത്തിലോ സൗന്ദര്യത്തിലോ ജോലിയിലോ ധനത്തിലോ കൾച്ചർ ഇങ്ങനെയുള്ളതിലൊക്കെ ആയിരിക്കും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരിക. പലപ്പോഴും ഈ വക കാര്യങ്ങളിലാണ് വിട്ടുവീഴ്ചക്ക് തയ്യാറല്ലാതെ വരിക. സമ്പന്നൻ്റെയൊക്കെ ആയി കഴിയുമ്പോഴത്തേനും മാതാപിതാക്കൾക്ക് ഒത്തിരി പ്രതീക്ഷകളുണ്ട്. ഞങ്ങൾ വളർന്നു വന്നത് ത്യാഗത്തിലൂടെയും കഷ്ടത്തിലൂടെയാണ്, അതുപോലെ ഒരു കുടുംബത്തിൽ നിന്ന് വേണം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും. അതുകൊണ്ട് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെങ്കിൽ വിവാഹം 40-ന് മുൻപും, വിട്ടുവീഴ്ചകൾക്ക് തയ്യാറല്ലെങ്കിൽ 40-42 ഇത്യാദി കൊല്ലങ്ങൾ മംഗല്യങ്ങൾ നടന്നിടും തർക്കമെതല്ലതെല്ലും. ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. സ്വയംവര പുഷ്പാഞ്ജലി, സ്വയംവര പൂജകളും ചെമ്പഴ ധാരണങ്ങളും അതുപോലെ പേരുദോഷങ്ങൾ കേൾക്കാതെ മുന്നോട്ട് എത്ര ധനം വന്നിരുന്നാലും എപ്പോഴും പേര് നിലനിർത്താനായിട്ടുള്ള രീതിയിലുള്ള പ്രകൃതവും സ്വഭാവവും പെരുമാറ്റവും കരുതണം.